അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മദീനയിൽ നമ്മൾ സിയാറത്തിന് വേണ്ടി പോകുന്ന സമയത്ത് റൗള ഷരീഫിനകത്ത് വെച്ച് നിസ്കരിക്കുന്നതിന് നിലവിലെ സാഹചര്യത്തിൽ പെർമിറ്റ് അത്യാവശ്യമാണ്. എങ്ങനെ ആ പെർമിറ്റ് എടുക്കും എന്നതിനെക്കുറിച്ച് പലർക്കും അറിയാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് അൽ ഖുദ്സ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നുസ്ക് എന്ന് ടൈപ്പ് ചെയ്താൽ ഒരു നുസ്ക് ആപ്പിൻ്റെ ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് വരും. അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഓപ്പൺ ചെയ്താൽ ഇതുപോലെയുള്ള മറ്റൊരു ഇൻ്റർഫേസിൽ അവിടെ ഏറ്റവും താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നുസ്കിൽ ഇതുവരെ അക്കൗണ്ട് ഇല്ല എങ്കിൽ ആ ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന ഭാഗത്ത് സൗദി അറേബ്യൻ സിറ്റിസൺ ഓർ റെസിഡൻറ്റ്, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ സിറ്റിസൺ, ഇൻ്റർനാഷണൽ വിസിറ്റർ എന്നുള്ള 3 ഓപ്ഷനുകൾ കാണാം. നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ, ഫാമിലി വിസിറ്റ് ആയാലും മറ്റേത് വിസിറ്റ് ആയാലും, ഉംറ വിസിറ്റ് ആണെങ്കിലും ഇൻ്റർനാഷണൽ വിസിറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ നാഷണാലിറ്റി സെറ്റ് ചെയ്യുക. ഇന്ത്യ എന്ന് കൊടുക്കുക. എന്നിട്ട് പാസ്പോർട്ട് നമ്പറും കൂടെ അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ചോദിക്കുന്നത് നിങ്ങളുടെ വിസ നമ്പറാണ്. വിസ നമ്പർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തെളിഞ്ഞു വരുന്ന ആ ഇൻ്റർഫേസിൽ ഡു യു റിക്വയർഡ് സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്നുള്ള ഓപ്ഷനിൽ അവിടെ നോ കൊടുക്കുക. പിന്നീട് ആവശ്യപ്പെടുന്നത് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് 8 ഡിജിറ്റ് ഉണ്ടാവണം. അതിൽ തന്നെ ഇംഗ്ലീഷ് ക്യാപ് ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, അതോടൊപ്പം അക്കങ്ങൾ വേണം, മറ്റൊന്ന് സ്പെഷ്യൽ ലെറ്റർ വേണം. ഇവിടെ കൊടുക്കുന്നത് ക്യാപ് ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, 1 2 3 4 5 6 അറ്റ് മാർക്ക്. ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലെയാണ് നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നീട് വരുന്ന ഭാഗത്ത് നിങ്ങളുടെ ഫോൺ നമ്പറാണ് സെറ്റ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് സൗദി നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം. ഇനി അതല്ല ഇന്ത്യൻ നമ്പറാണുള്ളത് എങ്കിൽ അവിടെ കൺട്രി കോഡ്, അവിടെയുള്ള കോഡ് മാറ്റിയിട്ട് ഇന്ത്യ എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ ഉള്ള ഇമെയിൽ ID അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ജിമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആകും. ഇനി ഇഖാമയിലുള്ള ആളുകളാണെങ്കിൽ അവർ നൽകേണ്ടത്, നമ്മൾ ആദ്യം ഇൻ്റർനാഷണൽ വിസിറ്റർ എന്നുള്ള ഓപ്ഷനിലായിരുന്നു. അതിനു പകരം സൗദി അറേബ്യൻ സിറ്റിസൺ ഓർ റെസിഡൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇഖാമ IDയും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങളുടെ റെസിഡൻസ് എവിടെയാണ് അത് സെലക്ട് ചെയ്യുക. റിയാദ് ആണെങ്കിൽ റിയാദ് അങ്ങനെ സെറ്റ് ചെയ്യുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ചതുപോലെ സ്പെഷ്യൽ അസിസ്റ്റൻസ് അവിടെ നോ കൊടുത്താൽ മതി. പിന്നീട് പാസ്വേഡ് സെറ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 8 ഡിജിറ്റ് അങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പിന്നീട് ജിമെയിൽ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ കൊടുക്കണം എന്നില്ല, സ്കിപ്പ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ ആ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് എങ്ങനെ പെർമിറ്റ് എടുക്കാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്നത് ഒരു വിസിറ്ററുടെ പാസ്പോർട്ടാണ്. ലോഗിൻ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ വരുന്ന ഇൻ്റർഫേസിൽ ലോഗിൻ ചെയ്യുക. അതിൽ ഇൻ്റർനാഷണൽ വിസിറ്റർ സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി ഇന്ത്യ സെലക്ട് ചെയ്യുക. പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത ആ പാസ്വേഡ് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണായി വന്നു. അതിൽ 2 ഓപ്ഷനുകൾ കാണാം. ഉംറ, റൗള എന്ന് 2 ഓപ്ഷനുകൾ കാണാം. നമുക്ക് ഉംറയ്ക്ക് നിലവിൽ പെർമിറ്റിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് റൗള എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് തെളിഞ്ഞു വരുന്ന നിങ്ങളുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ അടിക്കുക.
അപ്പോൾ ഒരു കലണ്ടർ തെളിഞ്ഞു വരുന്നുണ്ട്. അതിൽ പിന്നെ ബോൾഡായിട്ട് കാണുന്ന ഡേറ്റ്, അവിടെയാണ് പെർമിറ്റ് ഉണ്ട് എന്നതിനെ നമ്മൾ അറിയിക്കുന്നത്. മറ്റ് തെളിയാത്ത ആ ഡേറ്റുകൾ പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഇതിൽ 16 അത് ക്ലിക്ക് ചെയ്യുന്നു. മോർണിംഗ്, ഈവനിങ് താഴെയുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തെളിയുന്ന ആ സമയം നമുക്ക് സെലക്ട് ചെയ്യാം. താഴ് ഭാഗത്ത് കാണുന്ന കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ പെർമിറ്റ് ഇഷ്യൂ ആയി. ഇനി പെർമിറ്റ് കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള സമയങ്ങൾ, ഓരോ മണിക്കൂർ കൂടുന്ന സമയത്തും പെർമിറ്റ് ഓപ്പൺ ആകും. പ്രധാനമായിട്ടും ഓരോ ദിവസവും 12 മണി, അതുപോലെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് 2 മണിക്ക് ശേഷം അരമണിക്കൂർ, ഈ സമയങ്ങളിലൊക്കെ പെർമിറ്റ് സ്ലോട്ട് ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.